ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കുറച്ച് മധുരം കഴിക്കാം. അപ്പോൾ നമുക്കിന്നൊരു ഗുലാബ് ജാം തന്നെ ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഈ ഗുലാബ് ജാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. കണ്ട കൊത്തിയൂറും ഗുലാബ് ജാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടി നമ്മൾ ബ്രെഡാണ് എടുക്കണേ. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളൊന്ന് ഗുലാബ് ജാം ഉണ്ടാക്കണേ. അപ്പോൾ ആ ബ്രെഡിൻ്റെ രണ്ട് സൈഡും ആ മുരിഞ്ഞ ഭാഗങ്ങൾ, രണ്ട് സൈഡിലെ 4 സൈഡിലുള്ള ആ മുരിഞ്ഞ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാട്ടോ. കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ നമുക്കതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ ഗുലാബ് ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര, പിന്നെ ഏലക്ക ഇട്ടെങ്കിൽ ഏലക്ക ഇടാൻ. എൻ്റെ കയ്യിൽ ഏലക്ക തീർന്നു പോയായിരുന്നു, അപ്പോൾ ഞാൻ ഏലക്ക ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ പാല് അത്ര വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കതാ നമ്മുടെ ബ്രെഡ് 4 സൈഡും നമ്മൾ ആ മുരിഞ്ഞ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്കിതാ നമ്മുടെ ബ്രെഡൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു മിക്സിയിൽ ജാറൊക്കെ എടുത്ത് അതിനകത്തോട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പാലൊഴിച്ച് അടിക്കേണ്ട, നമുക്ക് അടിച്ചെടുത്തിട്ട് അതിന് ശേഷം നമുക്ക് പാലൊഴിച്ച് ഉണ്ടയാക്കാം കേട്ടോ. നമുക്ക് എന്നിട്ട് ഇതാക്കി എടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ പോവാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് അടിപൊളി ടേസ്റ്റിന് ഒന്നും പറയാനില്ല. അതാ നമ്മുടെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് ഒക്കെ പൊടിച്ചെടുത്തു. നമുക്ക് ഇനി അത്യാവശ്യം നമ്മൾ എന്തോരം ബ്രെഡ് എടുക്കേണ്ട അല്ലെങ്കിൽ എന്തോരം ക്വാണ്ടിറ്റി എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ പാലൊഴിക്കാം, പഞ്ചസാര ഇടാം, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം ഞാനിത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഇപ്പോൾ ഈയിടെയായിട്ട് ചീറ്റി പോവുക. അതുകൊണ്ട് ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ എന്ന് ഓർത്തോട്ട് ശകലം എടുത്തോളൂ കേട്ടോ. അപ്പം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പാലൊഴിച്ച് നല്ലോണം നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല ഞാൻ. കാരണം എല്ലാം ചീറ്റി പോകണ കാരണം പിന്നെ വെറുതെ എന്തിനാ വേസ്റ്റ് ചെയ്ത് കളയണമെന്ന് ഓർത്തോണ്ട്. അപ്പോൾ നമുക്കതാ നമ്മുടെ ഏകദേശം നമ്മുടെ പരിവായിട്ടുണ്ട്. നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മധുരമൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിച്ച് വെറുതെ പൈസ കളയണ്ട, നമുക്കിതുപോലെ ഉണ്ടാക്കി നോക്കാം. ഇതാ അപ്പോൾ നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിടി ഉണ്ടാക്കില്ലേ, അതുപോലെ ചെറിയ ഉണ്ടയാക്കി നമ്മുടെ ബോൾസ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ഉണ്ടയാക്കി പരത്തി, അപ്പം നല്ല ഇങ്ങനെ ഒരുപാട് പാല് കൂടിപ്പോകരുത്. പാല് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. അതാ അപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസാക്കി നമുക്ക് വെക്കാം കേട്ടോ. അപ്പം ഞാനൊരു 5-6 ഒരു ബോൾസേ ഉണ്ടായുള്ളൂ, കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ അതാ നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് ഒരു പാത്രം വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ ബോൾസൊക്കെ ഒന്ന് വറുത്തെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ ബോൾസ് ഓരോന്നായിട്ടിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം മുരിച്ചെടുക്കണം. ബോൾസിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി നല്ലോണം മുരിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഗുലാബ് ജാം ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ. നമ്മുടെ വീട്ടിലുണ്ടാക്കണമാകുമ്പോൾ പിന്നെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കുമ്പോഴൊക്കെ ആണല്ലോ നമുക്കത് ഇതാവില്ലല്ലോ. അപ്പോൾ അതിന് നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കാമല്ലേ. ഇതാ നമ്മുടെ ബോൾസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നമ്മുടെ ബോൾസ് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി പിന്നെ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എന്തോരം പൊടി എടുക്കേണ്ട അല്ലെങ്കിൽ എത്ര ഇതുണ്ടെന്നനുസരിച്ച് നമ്മൾ പഞ്ചസാര എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചസാരയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കണം. നല്ല കുറുകി വരണം കേട്ടോ. നല്ലോണം തിള വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പഞ്ചസാര പാനി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ തിള വന്ന് പഞ്ചസാര ലൈന് ഒന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പഞ്ചസാര ലൈന് വാങ്ങി നമ്മുടെ ബോൾസ് അപ്പം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. കണ്ടോ, പഞ്ചസാര ലൈന് നല്ലോണം കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏലക്കായ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ. ഈ ലായനിയിലേക്ക് ഇടാം. അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പക്ഷേ എൻ്റെ കയ്യിൽ ഏലക്കായ ഉണ്ടായില്ലായിരുന്നു. അപ്പം നമുക്ക് ഇനി അതിനകത്തോട്ട് നമ്മുടെ ബോൾസ് ഓരോന്നോരോന്നാക്കി ഇട്ടിടാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ചൂടായിരിക്കും. അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം കേട്ടോ അത് കഴിക്കേണ്ട, നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ബോൾസൊക്കെ ഓരോന്നോരോന്നാക്കി ഇട്ടെടുത്തിട്ടു. ഇത്ര ഇത് ശരിയാവുമെന്ന് ഞാനും വിചാരിച്ചില്ല. കാരണം ഇപ്പം എല്ലാം അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പം അതുകൊണ്ട് ഇതാ എന്തിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. എന്ത് രസം.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ഇടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ആ പഞ്ചസാര ലൈനൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നമുക്ക് അപ്പൂസിന് കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പൂസാണെങ്കിൽ ഭയങ്കര ഇതായിട്ടിരിക്കുക, നല്ലോണം ചൂടാറേ. അപ്പോൾ അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ടോ ട്രൈ ചെയ്യണേ ഗുലാബ് ജാമൊക്കെ. ഒരു പ്രാവശ്യം കടയിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അപ്പൂസിനെ കൊടുത്ത് നോക്കാണ്. അപ്പൂന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പറാന്ന് പറയണേ, സൂപ്പർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതാ ഞാനും കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് പറയണമല്ലോ. ഷുഗറൊന്നുമില്ല, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് മധുരം അങ്ങോട്ട് സൂപ്പർ അടിപൊളി ടേസ്റ്റാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. സൂപ്പറാണ്, സൂപ്പർ, ഒന്നും പറയാനില്ല. ഇത്രയും സെറ്റപ്പ് ആവുമെന്ന് ഞാനും വിചാരിച്ചില്ല. അതുകൊണ്ട് കുറച്ച് ഞാൻ ശരിയായില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. പക്ഷേ കുറച്ചുകൂടി ഉണ്ടാക്കാമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുവാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം അത്ര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നീ എപ്പോഴും പറയണത് കേട്ടോ. നല്ല തിക്കാണ് കണ്ടോ, പഞ്ചസാര ലൈനൊക്കെ നല്ല തിക്ക്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.